നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം. എന്നാൽ മതിൽ പണിതു തീർത്തു കതകുകൾ വെക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യാവെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ പലരെക്കാളും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ഞാൻ അവരോട്, വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരൂശലേമിൻ്റെ വാതിൽ തുറക്കരുത്. നിങ്ങൾ അരികെ നിൽക്കുമ്പോൾ തന്നെ കതകടച്ച് അന്താഴം ഇടുവിക്കണം. യെരൂശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ച് ഓരോരുത്തനെ താന്താൻ്റെ കാവൽ സ്ഥലത്തും താന്താൻ്റെ വീട്ടിന് നേരെയുമായി നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. എന്നാൽ പട്ടണം വിശാലമായതും വലിയതും അകത്ത് ജനം കുറവും ആയിരുന്നു. വീടുകൾ പണിതിരുന്നതുമില്ല. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. എന്നാറെ ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കണ്ടുകിട്ടി. അതിൽ എഴുതി കണ്ടത് എന്തെന്നാൽ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യെരൂശലേമിലേക്കും യഹൂദയിലേക്കും താന്താൻ്റെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നവരായ ദേശനിവാസികൾ. ഇവർ സെരുബാബേൽ, യേശുവ, നെഹമ്യാവ്, അസര്യാവ്, രയമ്യാവ്, നഹമാനി, മൊർദെഖായി, ബിൽശാൻ, മിസ്പേരത്ത്, ബിഗ്വായി, നെഹൂം, ബയന എന്നിവരോട് കൂടെ മടങ്ങി വന്നു. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യയാവിത്: പരോശിൻ്റെ മക്കൾ 2172, ശെഫത്യാവിൻ്റെ മക്കൾ 372, ആരഹിൻ്റെ മക്കൾ 652, യേശുവയുടെയും യോവാബിൻ്റെയും മക്കളിൽ പഹത് മോവാബിൻ്റെ മക്കൾ 2818, ഏലാമിൻ്റെ മക്കൾ 1254, സധൂവിൻ്റെ മക്കൾ 845, സക്കായിയുടെ മക്കൾ 760, ബിന്നൂവിയുടെ മക്കൾ 648, ബേബായിയുടെ മക്കൾ 628, അസ്ഗാദിൻ്റെ മക്കൾ 2322, അദോനീക്കാമിൻ്റെ മക്കൾ 667, ബിഗ്വായുടെ മക്കൾ 2067, ആദീൻ്റെ മക്കൾ 655, ഹിസ്കിയാവിൻ്റെ സന്തതിയായി ആദേരിൻ്റെ മക്കൾ 98, ഹാശൂമിൻ്റെ മക്കൾ 328, ബേസായിയുടെ മക്കൾ 324, ഹാരീഫിൻ്റെ മക്കൾ 112, ഗിബെയോന്യർ 95, ബേത്ലഹേമ്യരും നെതോഫാത്യരും കൂടെ 188, അനാഥോത്യർ 128, ബേത് അസ്മാവേത്യർ 42, കിര്യത്ത് യെയാരീം, കെഫീര, ബെയേരോത്ത് എന്നിവയിലെ നിവാസികൾ 743, രാമക്കാരും ഗേബക്കാരും 621, മിക്മാസ് നിവാസികൾ 122, ബഥേൽക്കാരും ഹായിക്കാരും 123, മറ്റേ നെബോവിലെ നിവാസികൾ 52, മറ്റേ ഏലാമിലെ നിവാസികൾ 1254, ഹാരീമിൻ്റെ മക്കൾ 320, യെരിഹോ നിവാസികൾ 345, ലോദിലെയും ഹാദീദിലെയും ഓനോവിലെയും നിവാസികൾ 721, സേനായ നിവാസികൾ 3930, പുരോഹിതന്മാർ യേശുവയുടെ ഗൃഹത്തിലെ യദായാവിൻ്റെ മക്കൾ 973, ഇമ്മേരിൻ്റെ മക്കൾ 1052, പശൂരിൻ്റെ മക്കൾ 1247, ഹാരീമിൻ്റെ മക്കൾ 1017, ലേവ്യർ ഹോദവയുടെ മക്കളിൽ കദ്മിയേലിൻ്റെ മകനായ യേശുവയുടെ മക്കൾ 74, സംഗീതക്കാർ ആസാഫ്യർ 148, വാതിൽ കാവൽക്കാർ ശല്ലൂമിൻ്റെ മക്കൾ, ആദേരിൻ്റെ മക്കൾ, തൽമോൻ്റെ മക്കൾ, അക്കൂബിൻ്റെ മക്കൾ, ഹദീദയുടെ മക്കൾ, ശോബായിയുടെ മക്കൾ ആകെ 138, ദൈവാലയദാസന്മാർ സീഹയുടെ മക്കൾ, ഹസൂഫയുടെ മക്കൾ, തബ്ബായൂത്തിൻ്റെ മക്കൾ, കെരോസിൻ്റെ മക്കൾ, സിയായുടെ മക്കൾ, പാദോൻ്റെ മക്കൾ, ലെബാനയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, സൽമായിയുടെ മക്കൾ, ഹാനാൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, ഗാഹരിൻ്റെ മക്കൾ, രയയ്യാവിൻ്റെ മക്കൾ, രസീൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിൻ്റെ മക്കൾ, ഉസയുടെ മക്കൾ, പാസേഹയുടെ മക്കൾ, ബേസായിയുടെ മക്കൾ, മെയ്യൂന്യരുടെ മക്കൾ, നെഫീത്യരുടെ മക്കൾ, ബക്ബൂക്കിൻ്റെ മക്കൾ,
ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിൻ്റെ മക്കൾ, ബസ്ലീത്തിൻ്റെ മക്കൾ, മെഹിദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിൻ്റെ മക്കൾ, സീസരയുടെ മക്കൾ, തേമഹിൻ്റെ മക്കൾ, നെസീഹയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, ശലോമോൻ്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, സോഫരേത്തിൻ്റെ മക്കൾ, പെരീദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോൻ്റെ മക്കൾ, ഗിദ്ദേലിൻ്റെ മക്കൾ, ശഫത്യാവിൻ്റെ മക്കൾ, ഹത്തീലിൻ്റെ മക്കൾ, പോഖേരത്ത് സെബായീമിൻ്റെ മക്കൾ, ആമോൻ്റെ മക്കൾ. ദൈവാലയദാസന്മാരും ശലോമോൻ്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽമേലഹ്, തേൽഹർഷ, കെരൂബ്, അദ്ദോൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഇവർ തന്നെ. എങ്കിലും അവർ ഇസ്രയേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശോൽപത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലായാവിൻ്റെ മക്കൾ, തോബിയാവിൻ്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 642 പേർ. പുരോഹിതന്മാരിൽ ഹോബയുടെ മക്കൾ, ഹക്കോസിൻ്റെ മക്കൾ, ഗിലെയാദിനായ ബർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ. ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു കണ്ടില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഉരീമും തുമ്മീമും ഉള്ള ഒരു പുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായത് തിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 42,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 245 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതയും 435 ഒട്ടകവും 6,720 കഴുതയും അവർക്കുണ്ടായിരുന്നു. പിതൃഭവന തലവന്മാരിൽ ചിലർ വേലയ്ക്കായിട്ട് ദാനങ്ങൾ കൊടുത്തു. ദേശാധിപതി 1000 തങ്കക്കാശും 50 കിണ്ണങ്ങളും 530 പുരോഹിത വസ്ത്രവും ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. പിതൃഭവന തലവന്മാരിൽ ചിലർ പണിവക ഭണ്ഡാരത്തിലേക്ക് 20,000 തങ്കക്കാശും 2,200 മാനെ വെള്ളിയും കൊടുത്തു. ശേഷമുള്ള ജനം 20,000 തങ്കക്കാശും 2,000 മാനെ വെള്ളിയും 67 പുരോഹിത വസ്ത്രവും കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദൈവാലയദാസന്മാരും എല്ലാ ഇസ്രയേലും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. അധ്യായം 8. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രയേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ടുഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവൻ്റെ അരികെ വലതുഭാഗത്ത് മത്തിഥ്യാവ്, ശേമ, അനായാവ്, ഊരിയാവ്, ഹിൽക്കിയാവ്, മയസേയാവ് എന്നിവരും ഇടതുഭാഗത്ത് പെദായാവ്, മീശായേൽ, മൽക്കിയാവ്, ഹാശൂം, ഹഷ്ബദാന, സഖര്യാവ്, മെശുല്ലാം എന്നിവരും നിന്നു. എസ്രാ സകലജനവും കാണെ പുസ്തകം വിടർത്തു. അവൻ സകലജനത്തിനും മീതെ ആയിരുന്നു. അത് വിടർത്തപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു. വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താന്താൻ്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ശെരബ്യാവ്, യാമീൻ, അക്കൂബ്, ശബത്തായി, ഹോദിയാവ്, മയസേയാവ്, കെലീത, അസര്യാവ്, യോസാബാദ്, ഹാനാൻ, പെലായാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും
ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയും അരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവണ്ണം ലേവ്യരും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. പിറ്റന്നാൾ സകല ജനത്തിൻ്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് എസ്രാ ശാസ്ത്രിയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണം എന്നും എഴുതിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവ് കൊമ്പ്, കാട്ടൊലിവ് കൊമ്പ്, കൊഴുന്തുകൊമ്പ്, ഈന്തമടൽ, തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവിൻ എന്ന് തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും യെരൂശലേമിലും അറിയിച്ചു പ്രസിദ്ധപ്പെടുത്തണമെന്നും എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു. അങ്ങനെ ജനം ചെന്ന് ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിൻ്റെ മുകളിലും മുറ്റത്തും ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിലും നേർവാതിൽക്കലെ വിശാല സ്ഥലത്തും എഫ്രയീം വാതിൽക്കലെ വിശാല സ്ഥലത്തും കൂടാരങ്ങളുണ്ടാക്കി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ സർവ്വസഭയും കൂടാരങ്ങൾ ഉണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു. നൂന്റെ മകനായ യോശുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അവർ 7 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു.